ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് ആസ്ഥാനത്ത് DGPയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, SP-മാരായ ഷാനവാസ്, മധുസൂദനൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, നടപടി എന്ത് എന്നാണ് അറിയേണ്ടത്? തിങ്കളാഴ്ചയ്ക്കകം നടപടിയെടുക്കണമെന്ന് CPI ഒരു ഡെഡ്ലൈൻ നൽകിയിരിക്കുകയാണ്. അതിനു മുൻപ് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് നൽകുക, നടപടിയെടുക്കുക എന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? വിനീത, ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് മുഖ്യമന്ത്രി CPI നേതൃത്വത്തിന് ബിനോയ് വിശ്വത്തിന് നടപടിയെടുക്കുമെന്ന ഉറപ്പ് നൽകിയത്. ഈ കാര്യം കഴിഞ്ഞ ദിവസം ചേർന്ന CPI സംസ്ഥാന സമിതി യോഗത്തിൽ ബിനോയ് വിശ്വം മറ്റ് സമിതി അംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു. ഏതായാലും റിപ്പോർട്ട് വന്നാൽ തൊട്ടു പിന്നാലെ തന്നെ നടപടിയെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ട് ഇന്ന് പോലീസ് മേധാവി വൈകിട്ടോടെ മുഖ്യമന്ത്രിക്ക് കൈമാറും. റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ കണ്ടെത്തലുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെ പരാമർശങ്ങൾ ഉണ്ടാകും എന്നതടക്കം വളരെ പ്രാധാന്യമുള്ളതാണ്. വളരെ വിശദമായ അന്വേഷണമാണ് നടന്നത്. സർക്കാർ 1 മാസമാണ് സമയം അന്വേഷണ സംഘത്തിന് നൽകിയത്. പോലീസ് മേധാവി ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, അത് IG സ്പർജൻ കുമാർ, DIG തോംസൺ ഉൾപ്പെടെയുള്ള വലിയ സംഘമാണ് ഇത് അന്വേഷിച്ചത്. നേരത്തെ തന്നെ അന്വേഷണം നടക്കുമ്പോൾ വലിയ ആക്ഷേപങ്ങൾ ഈ അന്വേഷണ സംഘത്തിനെതിരെ ഉയർന്നിരുന്നു. കാരണം ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന IG-യും DIG-യും എങ്ങനെ ADGPക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കും എന്ന ചോദ്യമാണ് പ്രതിപക്ഷമടക്കം ഉയർത്തിയത്. പരാതിക്കാരനായ PV അൻവറും സമാനമായ സംശയം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ഏതായാലും അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് ആസ്ഥാനത്ത് DGP സംഘത്തലവനായ DGPയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. അന്വേഷണ സംഘത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് വൈകിട്ടോടെ തന്നെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തും. അതിന് തൊട്ടു പിന്നാലെ തന്നെ സർക്കാർ നടപടിയിലേക്ക് കടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റുമോ എന്നതാണ് ഇന്ന് അറിയാനിരിക്കുന്നത്. ഏതായാലും CPI ഇക്കാര്യത്തിൽ ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് പ്രതികരിക്കാതിരിക്കുന്നു. ഏറ്റവും കടുത്ത നിലപാട് ഇടതു മുന്നണിയിൽ സ്വീകരിച്ചത് CPI നേതൃത്വമാണ്. മറ്റ് പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ RJD അടക്കം നേരത്തെ യോഗത്തിൽ ADGPക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നിരുന്നു. ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, തൃശ്ശൂർ പൂരം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട ADGPയുടെ പങ്കാളിത്തം, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ അത് PV അൻവർ ആരോപണമായി ഉന്നയിച്ചു. പിന്നീട് അത് പ്രതിപക്ഷം ഏറ്റെടുത്തു. തൊട്ടു പിന്നാലെ തന്നെ CPI ഈ കാര്യത്തിൽ നിലപാട് കർക്കശമാക്കുകയായിരുന്നു. വിനിത.